ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. യേശുക്രിസ്തു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ഒരു മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ മഹിമ രൂപാന്തരീകരണത്തോടെ വെളിപ്പെടുത്തി. അപ്പോൾ മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നത് അവർ കണ്ടു. യഹൂദന്മാർക്ക് മോശ ഏറ്റവും ആദരണീയനും ശ്രേഷ്ഠനുമാണ്. കാരണം മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കാനും അവർക്ക് ന്യായപ്രമാണം നൽകാനുമായി ദൈവമാണ് അവനെ തിരഞ്ഞെടുത്തത്. വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ യാത്രയുടെ ഒടുവിൽ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് മോശ മരണപ്പെട്ടു. അവൻ അടക്കിയ സ്ഥലം എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കാരണം ദൈവം തന്നെ അവനെ ഒരു ഏകാന്ത സ്ഥലത്ത് അടക്കം ചെയ്തു. എന്നാൽ മോശ ഈ മലയിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നതായി കാണപ്പെട്ടു. സർവ്വമാനവരാശിയും പാപം മൂലം നിത്യനാശത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ യേശുക്രിസ്തുവുള്ള വിശ്വാസം മൂലം പുനരുത്ഥാനത്തിൻ്റെ നാളിൽ അവർ അക്ഷയത ധരിക്കും. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപഭാരം തൻ്റെ മേലേറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേറ്റു. ക്രൂശിൽ ബലിയർപ്പിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിലൂടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരായ ആളുകളെയാണ് മോശ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ അവനിൽ വിശ്വസിച്ചതിന് ശേഷം നിദ്ര പ്രാപിച്ചവരായ ആളുകൾ രൂപാന്തരപ്പെടും. നശ്വരമായ ശരീരം എന്നേക്കുമായി ഇല്ലാതാവുകയും അവർ അക്ഷയമായ മഹിമ ധരിക്കുകയും ചെയ്യും. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരമൊരു മനോഹരമായ ഭാവി തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.